ആദ്യമായിട്ടൊരു സിനിമ കണ്ട് മൂത്രം പോയി. ഇത്രയും ധൈര്യമുള്ള ഒരു മനുഷ്യന്റെ മൂത്രം കളയാൻ പറ്റിയ വിജയണ്ണന് ഡബിൾ റോൾ. പടം നന്നായിട്ടുണ്ട്, മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ട പ്രശ്നങ്ങളില്ല, അതൊന്നുമില്ല പടത്തിൽ. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഹൈപ്പിനുള്ളതുണ്ട് കാരണം എല്ലാവരും. ഒരു ത്രില്ലറാണ്, സയൻസ് ഫിക്ഷൻ ഒന്നുമല്ല, ത്രില്ലർ തന്നെയാണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്റ്റോറി, സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. വിജയുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ചില ഫൈറ്റ് എല്ലാം നന്നായിട്ടുണ്ട്. നല്ലതാണ് പടം, നല്ല എല്ലാവരും ഫാമിലിയായിട്ട് എല്ലാം ഒരു 4 കൊടുക്കാം. വെങ്കട് പ്രഭു ഈ ലെവലിലൊന്നും എത്തേണ്ട ആളല്ല, വേറെ റേഞ്ചിൽ വരേണ്ട ഒരാളാണ്. പക്ഷെ ആളുടെ റേഞ്ച് പകുതി കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഗംഭീരം, ഒന്നും പറയല്ല, പൊള്ളി പടം. ഒരു 5 പ്രാവശ്യമെങ്കിലും കാണണം നമ്മൾ ഈ പടം. പിന്നെ തിയേറ്റർ പൊക്കിക്കൊണ്ടോണ്ടി വരും. ഡബിള് 3-4 റോളുണ്ട്, ഒക്കെ അടിപൊളിയാണ്. ഡബിൾ റോള് അത് റോളൊക്കെ അത് കൊള്ളാം. അതായത് ഡബിൾ റോള് മാത്രമല്ല, ഇതിൽ പല ക്യാരക്ടറും വന്നിട്ടുണ്ട്. അതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണാനുള്ള സംഭവം ഉണ്ട്. എന്തായാലും വൺ ടൈം വാച്ചബിൾ ആയിട്ട് കാണാനുള്ള സംഭവം ഉണ്ട്. ഇത് പടം എനിക്കൊന്ന് ഒരു വിജയ ആരാധകർക്ക് പറ്റിയൊരു പടം, വിജയിൻ്റെ ഫാൻസിന് ഏതായാലും കാണാൻ പറ്റിയൊരു പടമാണ്. അതായത് എനിക്ക് ലിയോയുടെ ഒരു ഹൈപ്പ് തോന്നിയില്ല, എന്നാലും വിജയ് നന്നായിട്ടുണ്ട്. വിജയ ആരാധകർക്ക് പറ്റിയ പടം. പിന്നെ നമ്മുടെ ക്ലൈമാക്സിൽ രണ്ടും സർപ്രൈസൊക്കെ ഉണ്ട്, ഒരു ക്യാമിയോ റോളൊക്കെ വരുന്നുണ്ട്. ഏതായാലും വിജയ ആരാധകർ ഫസ്റ്റ് വാച്ച് പടം തന്നെയാണ്. വിജയ ആരാധകർക്ക് ഫാൻസിന് പറ്റിയൊരു പടം. ഓക്കെ, ഫാൻ ബേസ്ഡ് പടമാണ്, തട്ടുപൊളിപ്പൻ ഫാൻ ബേസ്ഡ് പടം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് മസ്റ്റായിട്ട് കാണാം. ചില മകനായിട്ട് വന്ന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു വില്ലൻ റോളായിട്ട് വന്ന് നന്നായി പുള്ളി ചെയ്തിട്ടുണ്ട്. ഓക്കെ, 5 ഒരു 3 കൊടുക്കാണ് കേട്ടോ. പടം വിജയ് ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. ഒരു എല്ലാം കൂടെ ഒരു ചേരുവ യഥാർത്ഥത്തിൽ മിക്സ് ഐറ്റം. എന്നാ പറയുക, ഈ പാസവും ഒരു ചെന്നൈയിൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് പടം തൂക്കുന്നു തോന്നുന്നു. അതിൻ്റെ ഒരു വിജയ് ഫാൻസിനൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് കുറേ മിക്സ്ഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ആ ക്ലൈമാക്സിൽ വിജയുടെ തന്നെ ഇപ്പം നമ്മുടെ തമിഴിൽ നിന്ന് കത്തിയിരിക്കുന്ന ഒരു ആക്ടർ, ഒരു സ്റ്റാർ വാല്യൂടെ ഒരു ആക്ടർ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ജസ്റ്റ് കണ്ടിരിക്കാം, ും വന്നതില്ല. ഒരു പക്ക കട്ട വിജയ് ഫാൻസിനൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും. നമ്മുടെ വിജയനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യമായിട്ടൊരു പ്രേക്ഷകന്റെ മൂത്രം പോയ സിനിമയാണ്. എല്ലാവരും വന്ന് കാണണം. BGM ഒക്കെ സൂപ്പറാണ്, ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി അടുത്ത തമിഴ്നാടിൻ്റെ മുതലമേച്ചറായിട്ട് അധികാരം ഏൽക്കുന്നതായിരിക്കും. അടിപൊളി സിനിമ കേട്ടോ, എല്ലാവരും അത് കാണാൻ. ആദ്യമായിട്ടൊരു സിനിമ കണ്ട് മൂത്രം പോയി. BGM എൻ്റെ പൊന്ന്, എന്താ പെർഫോമൻസ് എന്ന് പറയാം. വിജയൊക്കെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ പക്കയാണ്, സുനാമി വീശിയടിച്ച പോലെയാണ്. ആദ്യമായിട്ടാണ് ഒരു പ്രേക്ഷകന് ഹൊറർ സിനിമ കണ്ടാണ് സാധാരണ ഇങ്ങനെ പേടിക്കാറുള്ളത്. പക്ഷേ BGM കേട്ട് പേടിച്ചിട്ട് നേട്ടം നിങ്ങൾ വേണ്ടത് ക്യാമറ കാണിച്ചാൽ മൂത്രം പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സിനിമ കണ്ടിട്ട് എൻ്റെ മൂത്രം പോണേ. ഇത്രയും ധൈര്യമുള്ളൊരു മനുഷ്യൻ്റെ മൂത്രം കളയാൻ പറ്റിയ വിജയണ്ണന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. അടുത്ത തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ വിജയണ്ണനായിരിക്കും. അടിപൊളി പടം, എല്ലാവരും അത് കാണണം, വിജയിപ്പിക്കണം കേട്ടോ.